ഐക്യ ട്രേഡ് യൂണിയൻ ബുധനാഴ്ച നടത്തിയ മോട്ടോർ വാഹന പണിമുടക്കിൽ പങ്കെടുക്കാതിരുന്ന ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. ആലിമുക്ക് സ്വദേശി ആർ ലിജുവിനാണ് മർദ്ദനമേറ്റത്. രാവിലെ 10 മണിയോടെ ഓട്ടോറിക്ഷയുമായി ആലിമുക്ക് ജംഗ്ഷനിലെത്തിയ ലിജുവിനെ CITU പ്രവർത്തകർ സംഘം ചേർന്ന് മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. BJPയുടെ സജീവ പ്രവർത്തകനാണ് ലിജു. തലയ്ക്ക് പരിക്കേറ്റ ലിജുവിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഒറ്റക്കല്ല താമസിക്കുന്നത്. അലിമുക്കിൽ ഓടുന്നു. ഞാൻ ഇങ്ങോട്ട് അലിമുക്കിലോട്ട് കൊണ്ട് പിള്ളേമാരെല്ലാം 3-4-5 പേര് ഇങ്ങോട്ട് വന്ന് പിടിച്ചിറക്കിയിട്ട് അടിയുണ്ടായി. അങ്ങനെ എന്റെ തലയ്ക്ക് കല്ല് വെച്ചിരിക്കും. ചികിത്സയ്ക്കായി ലിജുവിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ CITU പ്രവർത്തകരെത്തി ചികിത്സ നൽകുന്നത് തടഞ്ഞെന്നും ലിജു ആരോപിക്കുന്നു. ബിജെപിക്കാരൻ നീയാണോടെ ഓടുന്നതെന്നും പറഞ്ഞ് കല്ല് വെച്ചിടിക്കുകയായിരുന്നു നെറ്റിക്ക്. എന്നിട്ട് അവന്മാര് CPMന്റെ യൂണിയന്റെ കൺവീനറായിരുന്നു ഇടിച്ചത് തലയ്ക്ക്. വടിവാളും മാരകായുധങ്ങളും വെട്ടുകത്തി, അതുപോലെ തന്നെ ഇത് എന്തോ മെഴുകെന്ന് പറയുന്നത്. ഇതിനുശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ വന്നപ്പോൾ ഒരു ഗുണ്ടായുസം കാണിച്ച് ഗുണ്ടകളെ കൊണ്ടുവന്ന് വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കും. ഹോസ്പിറ്റലിൽ കിടക്കുന്ന അദ്ദേഹത്തെ വീണ്ടും ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് പോലീസൊക്കെ വന്ന് നിൽക്കുന്നത്. ഹോസ്പിറ്റലിൽ പോലും കിടക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട സ്ഥിതിയല്ലേ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുന്നത്. പുനലൂർ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.